സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് PSC ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 40 ചോദ്യങ്ങളാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കി വയ്ക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഏത് വിഭാഗവുമായാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഡച്ചുകാരാണ്. ഡച്ചുകാർ. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 എന്നത് നോട്ട് ചെയ്യുക. ഇനി മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെടുത്തിയത് ഡച്ചുകാരെയാണ് എന്നത് ഓർക്കുക. ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ആദ്യത്തെ പ്രധാന യുദ്ധങ്ങളിൽ ഒന്നാണിത്. അതുപോലെ ഈ യുദ്ധത്തിൽ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ട ഡച്ച് സൈന്യാധിപൻ യൂസ്റ്റാക്കിയസ് ഡിലനോയ് ആണ് എന്നതും കൂടി നോട്ട് ചെയ്യുക. ഡിലനോയ്. അടുത്ത ചോദ്യം, ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് മാർച്ച് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മാവോ സേതുങ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മാവോ സേതുങ്. വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏത്? ബ്രിട്ടനാണ്. ബ്രിട്ടനാണ് വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം, ബ്രിട്ടൻ. അടുത്ത ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ബ്രസീലിലാണ്. ബ്രസീൽ. ബ്രസീലിലാണ് മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്, ബ്രസീൽ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ എന്താണ്? കട്ടി കുറവാണ്. സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തിനേക്കാൾ എന്താണ്? കട്ടി കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗദൈർഘ്യം എന്താണ്? കുറവാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. നാലാമത്തേതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശിലകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പെട്രോളജി എന്നാണ്. പെട്രോളജി. പെട്രോളജി എന്നാണ് ശിലകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അപ്പൊ പെഡോളജി എന്താണ്? പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെട്രോളജി ശിലകളെ കുറിച്ചുള്ള പഠനം, പെഡോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ്. ഇന്ത്യയിൽ ട്രോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതത് സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ഈ പ്രസ്താവനകൾ എന്താണ്? തെറ്റാണ്. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു.
ആദ്യത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് മാർബിൾ ഒരു തരം ആഗ്നേയശില എന്നാണ്. അത് തെറ്റാണ്. മാർബിൾ എന്താണ്? ഒരു രൂപാന്തര ശിലയാണ്. ചുണ്ണാമ്പുകല്ല് വലിയ താപത്തിലും മർദ്ദത്തിലും വിധേയമാകുമ്പോഴാണ് മാർബിൾ രൂപപ്പെടുന്നത്. ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ബസാൾട്ട് തുടങ്ങിയവ. അപ്പോൾ മാർബിൾ ഒരു തരം എന്താണ്? രൂപാന്തര ശിലയാണ്. അടുത്ത പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന്. തെറ്റാണ്. എന്താണ്? ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് ഡെറാഡൂൺ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സർവേ ഓഫ് ഇന്ത്യയാണ്. സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കർണാടകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? സ്വാധീനിക്കാത്തത്. ഇവിടെ തന്നിരിക്കുന്ന കോറിയോലിസ് ബലം, ബെയ്ലി ബലം, ഘർഷണ ബലം, മർദ്ദവ്യത്യാസം കാരണം ഉണ്ടാകുന്ന ബലം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം. ഓപ്ഷൻ ബി ആണ്, വേലീബലമാണ്. ഓപ്ഷൻ ബി വേലീബലം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങളാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം തെറ്റ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചിയാണ്. റാഞ്ചി. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. ഇനി റായ്പൂറോ? ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ് റായ്പൂർ. ഇനി കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശ വനങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 29.1% മുതൽ 29.66% വരെയാണ് വനഭൂമിയായിട്ട് ഉള്ളത്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ശരിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഭവാനി, കബനി, പാമ്പാർ എന്നിവയാണ്. 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ ഏത് രാജ്യത്തിന്റെ ചാന്ദ്ര ദൗത്യമാണ്? സ്ലിം മിഷൻ എന്നത് ചാന്ദ്ര ദൗത്യമാണ് എന്ന് നോട്ട് ചെയ്യുക. ജപ്പാന്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി. 1ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി KN രാജ് ആണ്. KN രാജ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം നബാർഡാണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമാർജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമാർജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ശ്രീ അശോക് കുമാർ ലാഹിരിയാണ്. ശ്രീ അശോക് കുമാർ ലാഹിരി. ശ്രീ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. ശ്രീ അശോക് കുമാർ ലാഹിരി. അടുത്ത ചോദ്യം,
ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആര് എന്ന് കമന്റ് ചെയ്യുക. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇതെല്ലാം ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപാദനം വർദ്ധിച്ചു, ശരിയാണ്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു, ശരിയാണ്. ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശാശ്രയത്വം ഇല്ലാതായി. ഇവയെല്ലാം ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം. ഭരണഘടനാ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം എന്നിവ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തവയാണ്. ഭരണഘടനാ പുനരവലോകനം, സ്വതന്ത്ര നീതിന്യായ സംവിധാനം. ഈ സ്പീക്കർ പദവിയും അധികാരങ്ങളും കടമെടുത്തതോ? സ്പീക്കർ പദവിയും അധികാരങ്ങളും ബ്രിട്ടനിൽ നിന്നുമാണ് സ്പീക്കർ പദവിയും അധികാരങ്ങളും കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡാണ്. അയർലൻഡ്. അടുത്തത്, ഹൈക്കോടതികളുടെ റിട്ട് അധികാരം. ഓപ്ഷൻ എ ആണ്. അനുച്ഛേദം 226. അനുച്ഛേദം 226 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി സുപ്രീം കോടതിയോ? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത് അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നു. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി. മൗലിക കടമകൾ ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ചേർക്കപ്പെട്ടത്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ സി ആണ്. എയും ഡിയുമാണ്. ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് പാർട്ടിക്ക്. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം, വോട്ട് പാർട്ടിക്ക്. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. 2, 3. പൊതുജനാരോഗ്യം, മൃഗസംരക്ഷണം. പൊതുജനാരോഗ്യവും മൃഗസംരക്ഷണവും ഏത് ലിസ്റ്റിലാണ് വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം 21ാമത്തെ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം 2024 എന്തായിരുന്നു? ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നാണ്. ഇപ്പൊ 2026 എന്താണ്? 2026 വന്ദേ മാതരം 150 വർഷം എന്നതാണ്. വന്ദേ മാതരം 150 വർഷം. വന്ദേ മാതരം 150 വർഷം. അടുത്ത ചോദ്യം, 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നവരിൽ ആരായിരുന്നു? സി അച്യുതം മേനോൻ. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? സി അച്യുതം മേനോൻ. കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ 11. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ
ചിറ്റയം ഗോപകുമാർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം വട്ടച്ചൊറി. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം. AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഒരു ഗ്ലാസ് തണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്കാണ്. ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക്. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിന്റെ പേര്? ജലം. ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥത്തിന്റെ പേര് ജലം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? അൾട്രാ വയലറ്റ് മേഖല. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അരിനിയസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അരിനിയസ്. കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഗ്രാഫൈറ്റ് ആണ്. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1, 3, 4. SL പുരം സദാനന്ദൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1, 4. സുനിൽ ഗവാസ്കർ, സണ്ണി ഡേയ്സ്, സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. മേരി കോമിന്റെ ആത്മകഥ ഏതാണ്? അൺബ്രേക്കബിൾ ആണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെയോ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്നതാണ്. നോവലിന്റെയും നോവലിസ്റ്റിന്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ശരിയായി യോജിപ്പിച്ചത് ഓപ്ഷൻ സി ആണ്, 1, 3. ബുദ്ധിനി സാറ ജോസഫ്, റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ. മീശ ആരുടേതാണ്? S ഹരീഷിൻ്റെതാണ്. സമുദ്രശില സുഭാഷ് ചന്ദ്രൻ്റെതാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ M കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടയം ജില്ലയിലെ പാലയിൽ ജനിച്ചു. എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 3 എന്നിവ. 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഡോക്ടർ M കുഞ്ഞാമന്റെ ജനന സ്ഥലം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കിയത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.